കസ്റ്റഡി മർദ്ദന ആരോപണങ്ങൾ തള്ളുകയാണ് കേരള പോലീസ് അസോസിയേഷൻ. സമീപകാലത്ത് പോലീസ് നേടിയ പ്രവർത്തനങ്ങളെ ഇകഴ്ത്തുന്നതിനും വസ്തുതാവിരുദ്ധമായ പ്രചാരണം എന്നാണ് ഫേസ്ബുക്കിലെയുള്ള പ്രതികരണം. പോലീസിനെതിരായ ആരോപണങ്ങളിൽ മുഖ്യമന്ത്രി മറുപടി പറയണമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആവർത്തിച്ചാവശ്യപ്പെട്ടു. കണക്കുകൾ നിരത്തിയാണ് പോലീസ് അസോസിയേഷൻ കസ്റ്റഡി മർദ്ദനങ്ങളെ പ്രതിരോധിക്കുന്നത്. 2014-17 കാലയളവിൽ ശരാശരി 500 പരാതികളാണ് പോലീസ് കംപ്ലയിന്റ് അതോറിറ്റിക്ക് മുന്നിൽ വന്നിരുന്നത്. 2023-24 വർഷം അത് 100ലേക്ക് താഴ്ന്നു. കേരള പോലീസ് നേടിയ മികവാർന്ന പ്രവർത്തനങ്ങളെ ഇകഴ്ത്തുന്നതിന് വസ്തുതാവിരുദ്ധമായ പ്രചാരണങ്ങളാണ് മുഖ്യധാരാ മാധ്യമങ്ങളടക്കം നടത്തുന്നതെന്നാണ് പോലീസ് അസോസിയേഷന്റെ വാദം. മന്ത്രി വി ശിവൻകുട്ടിയുടെ വിമർശനവും മാധ്യമങ്ങൾക്ക് നേരെയായിരുന്നു. ചില മാധ്യമങ്ങൾ പ്രതിപക്ഷത്തെ സഹായിക്കുന്നതിന് വേണ്ടി ചില പ്രശ്നങ്ങൾ ഊതിപ്പെരിപ്പിച്ച് കാണിക്കുന്നുണ്ട്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ പോലീസ് മർദ്ദനത്തിന് അവസരം ഒരുക്കി കൊടുത്തത് കോൺഗ്രസും UDF-ഉമാണ്. വി ശിവൻകുട്ടിയല്ല മറുപടി പറയേണ്ടത് മുഖ്യമന്ത്രിയെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. ഇതാ ആര് ശിവൻകുട്ടി അല്ലല്ലോ മറുപടി പറയേണ്ടത്. അദ്ദേഹം വിദ്യാഭ്യാസ വകുപ്പ് ഭരിക്കട്ടെ മര്യാദയ്ക്ക്. അദ്ദേഹം അത് നോക്കിയാൽ മതി. ആഭ്യന്തര വകുപ്പിനെ കുറിച്ചുള്ള ആരോപണത്തിന് മുഖ്യമന്ത്രി മറുപടി പറയണം. ഇത് നിങ്ങൾ കെട്ടിപ്പൊക്കെയാണോ മാധ്യമങ്ങൾ ആണോ? കസ്റ്റഡി മർദ്ദനങ്ങളിൽ ഉടൻ യോഗം വിളിക്കുമെന്ന് DGP റവാഡ ചന്ദ്രശേഖർ അറിയിച്ചിട്ടുണ്ട്. 24 കൊച്ചി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.